ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൻ്റെ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം PSC അതിൻ്റെ പ്രൊഫഷണൽ കീയും ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്താ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാമേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് എ കോർ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് CPU? CPU-നെ സംബന്ധിച്ചിടത്തോളം കോർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോർ, ഡ്യുവൽ കോർ, സിംഗിൾ കോർ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരിക്കലും ടൈപ്പ് ഓഫ് മെമ്മറി അല്ല. അതുപോലെ തന്നെ പിന്നെ കാണുന്ന ഓപ്ഷൻ ഇതാണ്, ദ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ എ മെമ്മറി അഡ്രസ്. ഇത് രണ്ടും അല്ല. ഓക്കെ, ദെൻ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കോർ ഈസ് എ ബേസിക് കമ്പ്യൂട്ടേഷണൽ യൂണിറ്റ് ഓഫ് ദി കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ CPU-ന്റെ കമ്പ്യൂട്ടേഷണൽ യൂണിറ്റ് ആണ് കോർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് വിൻഡോസ് സ്റ്റാർട്ടപ്പ് മെനു? സ്റ്റാർട്ടപ്പ് മെനുവിന്റെ മെയിൻ പർപ്പസ് എന്താ? നമ്മൾ സ്റ്റാർട്ടപ്പ് മെനുവിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴാണല്ലോ സെറ്റിംഗ്സ്, ആപ്ലിക്കേഷൻസും ഒക്കെ കിട്ടുന്നത്. നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ബാലൻസ് നോക്കുമ്പോൾ മനസ്സിലാവും അതൊന്നും അല്ല. ടു സെർച്ച് ഫോർ സെറ്റിംഗ്സ് ആൻഡ് ആപ്ലിക്കേഷൻസും സെറ്റിംഗ്സും സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിൻഡോസിന്റെ സ്റ്റാർട്ടപ്പ് മെനു ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് മദർബോർഡ് കമ്പോണന്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദ സിസ്റ്റംസ് ഫേംവെയർ ആൻഡ് സ്റ്റാർട്ടപ്പ് ഇൻസ്ട്രക്ഷൻസ്? സിസ്റ്റത്തിന്റെ സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനും ഫേംവെയറും ഒക്കെ സൂക്ഷിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് VRS, CMOS ബാറ്ററി, RAM, BIOS ചിപ്പ്. തീർച്ചയായിട്ടും പറയാം, നമുക്കറിയാം BIOS ചിപ്പ് തന്നെയാണ്. Then what does dir, the directory എന്ന് കാണിക്കുന്നത്, dir/o command do in DOS? DOSനകത്ത് ഈ കമാൻഡ് എന്താ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്തായാലും ഈ 4 ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഡിസ്പ്ലേ എ ലിസ്റ്റ് ഓഫ് ഫയൽസ് ആൻഡ് ഡയറക്ടറീസ്, ഈ 4 ഓപ്ഷനിലും ഉണ്ട്. അപ്പം അതെന്തായാലും കോമൺ ആയിരിക്കും. പിന്നെ ഈ ഫയൽസും ഡയറക്ടറീസും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്? സോർട്ട് ബൈ സൈസ്, ബൈ ഡേറ്റ്, സോർട്ട് ബൈ നെയിം, സോർട്ട് ബൈ ഫയൽ ടൈപ്പ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം /o എന്ന് പറയുന്ന കമാൻഡ് നമുക്ക് തരുന്നതെന്ന് വെച്ചാൽ സോർട്ട് ബൈ നെയിം ആണ്. ഡിസ്പ്ലേ എ ലിസ്റ്റ് ഓഫ് ഫയൽസ് ആൻഡ് ഡയറക്ടറീസ് ഇൻ ദ കറണ്ട് ഡയറക്ടറി, സോർട്ടഡ് ബൈ നെയിം ആണ് അതിന്റെ ആൻസർ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ? ഇതിനകത്ത് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ അല്ലാത്ത ഏതാ? ഫയൽ മാനേജ്മെന്റ് ടൂൾ, സ്പ്രെഡ്ഷീറ്റ് പാക്കേജ്, ഡിസ്ക് ഡീഫ്രാഗ്മെന്റർ, ഡിസ്ക് ക്ലീനർ. യൂട്ടിലിറ്റി അല്ലാത്തത് നമുക്ക് കാണുമ്പോഴേ അറിയാം, ഒരു ഓഡ് വൺ ഔട്ട് ആയിട്ട് തോന്നുന്നത് നമുക്ക് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്, സ്പ്രെഡ്ഷീറ്റ് പാക്കേജസ് ആണ്. ഇൻ വിൻഡോസ് വിച്ച് കീബോർഡ് ഷോർട്ട്കട്ട് ഈസ് യൂസ്ഡ് ടു ഓപ്പൺ ദ പ്രോപ്പർട്ടീസ് ഫോർ ദ സെലക്ടഡ് ഐറ്റംസ്? ഒരു സെലക്ടഡ് ഐറ്റംസിന്റെ പ്രോപ്പർട്ടീസ് ഓപ്പൺ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഏത് ഷോർട്ട് കട്ടാണെന്ന് ചോദിച്ചാൽ ഓൾട്ട് എന്റർ എന്നുള്ള ഷോർട്ട് കട്ടാണ് യൂസ് ചെയ്യുന്നത്. Which of the following is not true about cache memory? Cache memory കുറിച്ച് പറയുമ്പോൾ ഇതിനകത്ത് ശരിയല്ലാത്തത് ഏതാണ്? It is slower than RAM. അല്ല. It is used to store data permanently. അല്ല. It is used to store the entire content of the hard drive. അല്ല, ഇത്രയും വലുതൊന്നും അല്ലല്ലോ cache memory. It is more economical than CPU register. തീർച്ചയായിട്ടും ആണ്. CPU-ന്റെ രജിസ്റ്റേഴ്സിനേക്കാളും കുറച്ചുകൂടി എക്കണോമിക്കൽ ആണ് എന്ത് cache memory. അതാണ് ഓപ്ഷൻ എ. വിച്ച് ഇൻപുട്ട് ഡിവൈസ് ഈസ് കേപ്പബിൾ ഓഫ് റീഡിംഗ് ആൽഫബറ്റ്സ്, ക്യാരക്ടേഴ്സ് ആൻഡ് നമ്പേഴ്സ് പ്രിന്റഡ് ഓൺ പേപ്പർ? ഏത് ഇൻപുട്ട് ഡിവൈസ് ആണ്? OCR ആണ് കേട്ടോ. ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ ആണ്. ആൽഫബറ്റും ക്യാരക്ടേഴ്സും നമ്പേഴ്സും ഒക്കെ പ്രിന്റ് ചെയ്തേക്കുന്നത് റീഡ് ചെയ്യാൻ പറ്റുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രൈമറി ഡയറക്ടറി കണ്ടെയ്ൻസ് കോൺഫിഗറേഷൻ ഫയൽസ് ഇൻ ലിനക്സ്? ലിനക്സിലെ കോൺഫിഗറേഷൻ ഫയൽസ് ഏത് ഡയറക്ടറിയിലാണ് കാണുന്നതാണ്? /etc എന്നുള്ള ഡയറക്ടറിയിലാണ് കാണുന്നത്. /etc. Then in Linux the cat test command helps to, എന്തിനാണ് ഈ കമാൻഡ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലിനക്സിലാണ് ഈ കമാൻഡ് യൂസ് ചെയ്തേക്കുന്നത്. ക്രിയേറ്റ്സ് എ ന്യൂ ഫയൽ നെയിം ടെസ്റ്റ് എന്നുള്ള ഫയലിന് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക ആൻഡ് അലോ ദ യൂസർ ടു എൻ്റർ ടെക്സ്റ്റ് ഓൺ ഇറ്റ്. എന്നിട്ട് അതിനകത്ത് ടെക്സ്റ്റ് എന്തെങ്കിലും ടെക്സ്റ്റ് എൻ്റർ ചെയ്യാനായിട്ട് യൂസറിനെ അലോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കമാൻഡ് യൂസ് ചെയ്യുന്നത്. In Microsoft Word, which of the following option is not found in the page layout tab? അത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാവുന്നതാണ്. പേജ് ലേഔട്ട് ടാബിനകത്ത് ഏത് ഓപ്ഷൻ ആണ് കാണാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്നുള്ള ഓപ്ഷൻ ആണ് പേജ് ലേഔട്ട് ടാബിനകത്ത് കാണാത്തത്. Which template is used by default in Microsoft Word? വേർഡിനകത്തുള്ള ടെംപ്ലേറ്റ് ഏതാ? നോർമൽ എന്നുള്ള ടെംപ്ലേറ്റ് ആണ് ഡിഫോൾട്ട് ആയിട്ടുള്ളത്. ഓക്കെ. Which of the following is the floating text box that highlights cost from the Word document? Word document ഈ ഫ്ലോട്ടിംഗ് ടെക്സ്റ്റ് ബോക്സ് കോഡ്സ് ഹൈലൈറ്റ് ചെയ്ത് ഫ്ലോട്ടിംഗ് ടെക്സ്റ്റ് ബോക്സ് അത് ഫുൾ കോട്ടാണ് അതിന്റെ ആൻസർ. ഓഫീസ് ബട്ടൺ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ വിച്ച് വേർഷൻ ഓഫ് മൈക്രോസോഫ്റ്റ് വേർഡ്? 2007ലാണ് ഓഫീസ് വേർഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ to move the left side of the first line of a paragraph leftwards away from the center, which option in Microsoft Word can be used? അതായത്
പാരഗ്രാഫിലെ ഫസ്റ്റ് ലൈൻ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യണമെങ്കിൽ ഏത് ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നതെന്നാണ്. അപ്പം ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഹാങ്ങിങ് ഇൻഡന്റേഷൻ എന്നുള്ള ഈ ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഈ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്കത് മൂവ് ചെയ്യിക്കാൻ പറ്റുന്നത്. In Microsoft Word, print to PDF feature is used for. Print to PDF feature എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ save the document in a printable PDF format സേവ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. To insert an image text behind the content of a page in a Word document is what is a feature. നമ്മളൊരു ടെക്സ്റ്റ് വെച്ച് ഒരു ഇമേജ് ബാക്കിൽ ഇൻസേർട്ട് ചെയ്യുന്നതിന് എന്താ പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. വാട്ടർമാർക്ക് നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ അല്ലേ, വാട്ടർമാർക്സ് ഒക്കെ വെച്ചിട്ടുള്ള പിന്നെ PDF ഫയൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. In Microsoft Word, which feature is used to automate a repetitive task? Repetitive task നെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫീച്ചർ മാക്രോ ആണ്. Which of the following is not a main component of mail merge in Microsoft Word? Microsoft Wordൽ mail mergeൽ component അല്ലാത്ത ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്രസ് ലൈൻ. Which of the following functions can be accessed from the review tab in Microsoft Word? Microsoft Word review tabൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷൻ ഏതാണ്? ട്രാക്ക് ചേഞ്ചസ് ആണ് റിവ്യൂ ടാബിൽ നിന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷൻ. How to set different print sections in single Excel worksheet? Excel worksheetൽ print sections എങ്ങനെ സെറ്റ് ചെയ്യാൻ ചെയ്യുന്നത്? പേജ് ലേഔട്ട്, പ്രിന്റ് ഏരിയ. Process of sorting data by certain criteria in MS Excel is called. ചില ക്രൈറ്റീരിയ വെച്ച് സോർട്ട് ചെയ്യുന്നതിന് നമ്മൾ ഫിൽറ്ററിംഗ് എന്നാണ് പറയുന്നത്. Function in MS Excel which returns number of cells that satisfies a given criteria. Given criteria satisfy ചെയ്യുന്ന number of cells ന്റെ എണ്ണം തരുന്ന ഫംഗ്ഷനെ count if ആണ്. Which of the following is or are data manipulation techniques in MS Excel? MS Excel ലെ manipulation techniqueകളാണ് ചോദിച്ചിരിക്കുന്നത്. Pivoting, sorting, transposing. ഇതെല്ലാം manipulation techniques ആണ്. അപ്പോൾ all of the above ആണ് ആൻസർ. How the cell address is represented in Excel? Excel cell address എങ്ങനെ represent ചെയ്യുന്നത്? Column form. Which tab in MS PowerPoint contain commands? Commands ഉള്ള tab ഏതാണെന്ന് ചോദിച്ചാൽ റിവ്യൂ ടാബിനകത്താണ് കമന്റ്സ് ഉള്ളത്. Rehearse time is shown in dash menu tab. Slideshow menu ടാബിലാണ് rehearse time കാണിക്കുന്നത്. Shortcut to start slideshow from current slides in MS PowerPoint slideshow. പുതിയ current സ്ലൈഡിൽ നിന്ന് തുടങ്ങുന്നതിന് Shift F5 ആണ്. In MS PowerPoint animation is applied for. Animation എന്തിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും? ടെക്സ്റ്റ് ബോക്സിനും ചാർട്ടിനും പിക്ചറിനും എല്ലാത്തിനും നമുക്ക് animation അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ all of the above ആണ് ആൻസർ. Shortcut key for new slide. പുതിയ സ്ലൈഡിന്റെ കൺട്രോൾ N ആണ്. How to add an artistic effect in MS PowerPoint? Select picture, picture format, artistic effect എന്നുള്ള രീതിയിലാണ് നമുക്ക് artistic effect MS PowerPointൽ കൊടുക്കാൻ പറ്റുന്നത്. Which of the following is not a picture effect in MS PowerPoint? Shadow ആണോ, bevel ആണോ, 3D rotation ആണോ? ഇതെല്ലാം picture effect തന്നെയാണ്. അപ്പോൾ none of these ആണ് ആൻസർ. Which is or are the smart art types in MS PowerPoint? Cycle, relationship, matrix, all of these. ഇതെല്ലാം സ്മാർട്ട് ആർട്ട് ടൈപ്പ് ആണ്. അപ്പോൾ all of these ആണ് ഓപ്ഷൻ. In MS PowerPoint transition is applied for. Transition എന്തിനാണ് അപ്ലൈ ചെയ്യുന്നത്? സ്ലൈഡിനാണ് അപ്ലൈ ചെയ്യുന്നത്. സ്ലൈഡ് ട്രാൻസിഷൻസ്. ഓക്കെ. How to add animations in MS PowerPoint? Animation ടാബിൽ നിന്നാണ് animations ആഡ് ചെയ്യുന്നത്. How to add picture in MS Excel? MS Excel പിക്ചർ എങ്ങനെ ആഡ് ചെയ്യുന്നത്? Insert, illustrations. Which of the following is not considered as a range in MS Excel? ഇതെല്ലാം C33 ഇതെല്ലാം range ആണ്. ഇതിൽ ഏതാണ് range അല്ലാത്തത്? ഇതെല്ലാം range ആണ്. അപ്പോൾ none of these ആണ് ആൻസർ. When you copy $A, $2 using autofill, then നമ്മൾ കോപ്പി ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? റോയും കോളവും ചേഞ്ച് ആവത്തില്ല. റോ ആൻഡ് കോളം ഡു നോട്ട് ചേഞ്ച് എന്നുള്ളതാണ് ആൻസർ. The intersection of rows and columns in Excel is known as അറിയാലോ. When the rows and columns meet, നമ്മൾ അതിനെ എന്താ വിളിക്കുന്നത്? സെൽ എന്നാണ് വിളിക്കുന്നത്. Macros are added from which menu or tab in MS Excel? ഏത് മെനുവിൽ നിന്നോ അല്ലെങ്കിൽ ഏത് ടാബിൽ നിന്നാണ് മാക്രോയെ ആഡ് ചെയ്യുന്നത്? മാക്രോയെ ആഡ് ചെയ്യുന്നത് ഡെവലപ്പർ ടാബിൽ നിന്നാണ് അല്ലെങ്കിൽ ഡെവലപ്പർ മെനുവിൽ നിന്നാണ്. ഓക്കെ. Expanded form of BCNF. ഇതൊരു വലിയ ട്രിക്കി ക്വസ്റ്റ്യൻ ആയിരുന്നു. എക്സ്പാൻഡഡ് ഫോം ഓഫ് BCNF. നമുക്കൊരു പക്ഷേ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പം ചിലപ്പോൾ എക്സ്പാൻഡഡ് ഫോം നമുക്ക് അറിയായിരിക്കും. പക്ഷെ നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് എക്സ്പാൻഡഡ് ഫോം നമുക്കറിയാം. നോർമൽ ഫോം എന്നറിയാം, പിന്നെ ബോയ്ക്കോഡഡ് നോർമൽ ഫോം എന്നറിയാം. പിന്നെ ഇവരുടെ ഈ ഒരു ഓപ്ഷൻ കാണുമ്പോൾ ബോയ്ക്കോഡഡ് ആണോ ബോയ്ക്കോഡ് അത്ര അങ്ങോട്ട്
ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്, അല്ലാത്തവർക്കും കുഴപ്പമില്ല. ചില ഞാൻ കുറച്ച് ആൾക്കാരുടെ അറിയാനാണ്. അപ്പം ഇതിന്റെ ആൻസർ ബോയ്ക്കോഡ് നോർമൽ ഫോം ആണ്. CODD ഉള്ളേ, കോഡഡ് എന്നില്ലേ, അങ്ങനെ BOY ബോയ് അല്ലേ, പറയുമ്പോൾ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെങ്കിൽ ബോയ്ക്കോഡ് നോർമൽ ഫോം. ഓക്കെ, വിച്ച് വൺ ഈസ് DCL കമാൻഡ്? ഇതിനകത്ത് ഏതാണ് DCL കമാൻഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഡേറ്റ കൺട്രോൾ കമാൻഡ് ഏതാണ്? ഇത് കൺട്രോൾ കൊടുക്കുന്നത് ഗ്രാൻഡ് ആണ്. ഗ്രാൻഡ് റിവോക്ക് ഒക്കെയാണ് ഡേറ്റ കൺട്രോൾ കമാൻഡ്സ് ആയിട്ടുള്ളത്. വിച്ച് വൺ ഈസ് നോട്ട് എ ആസിഡ് പ്രോപ്പർട്ടി, നോട്ട് ആൻ ആസിഡ് പ്രോപ്പർട്ടി. ഓക്കെ, ഇതിനകത്ത് ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്താ, ഇത് ക്വസ്റ്റ്യൻ ഡിലീഷൻ ആയിരിക്കും. കാരണം ബിക്കോസ് കൺസിസ്റ്റൻസി ആണ് ആൻസർ. കൺകറൻസി എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പൊ ഇതായിരിക്കും അവർ ഉദ്ദേശിക്കുന്ന ഓപ്ഷൻ. ബട്ട് ഇതിന്റെ സ്പെല്ലിംഗ് നോക്കിയേ, ഓട്ടോമിസിറ്റിയോ, അറ്റോമിസിറ്റിയുടെ സ്പെല്ലിംഗ് ഇതല്ല. അപ്പം ഇത് രണ്ടും ഉണ്ട്. അപ്പം അറ്റോമിസിറ്റിയുടെ സ്പെല്ലിംഗ് തെറ്റി എഴുതിയവരും കാണാം, കൺകറൻസി എന്ന് ഉദ്ദേശിച്ച് കൺസിസ്റ്റൻസി ഉദ്ദേശിച്ച് കൺകറൻസി. അപ്പം ഇതായിരിക്കും അവർ ഉദ്ദേശിച്ചത്. പക്ഷേ എനിഹൗ ഇതിന്റെ സ്പെല്ലിംഗ് തെറ്റി. അപ്പൊ ഇത് നമുക്ക് ഡിലീഷൻ ആയിരിക്കാം ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇൻ MySQL count function returns. കൗണ്ട് ഫംഗ്ഷൻ എന്താ തരുന്നത് MySQLനകത്ത്? നമ്പർ ഓഫ് റെക്കോർഡ്സ് ആണ് തരുന്നത്. അടുത്ത എക്സ്പാൻഡഡ് ഫോർമൽ DML ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. ഇതിന്റെയൊക്കെ ഓപ്ഷൻസ് ഭയങ്കര അല്ലെ. ഡേറ്റ എല്ലായിടത്തും ഉണ്ട്. മൾട്ടിപ്ലിക്കേഷൻ, മാനിപ്പുലേഷൻ, മാനിപ്പുലേറ്റഡ്, മൾട്ടിപ്പിൾ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ആണ്. ഇനി in relational database, what is a tuple? Tuple means a row. Tuple row record. Tuple row record. നമ്മൾ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളേ tuple row record. In MySQL select now command return. Select now command എന്താണ് തരുന്നത്? ഡേറ്റും ടൈമും ആണ് select now command തരുന്നത്. select now command നമുക്ക് തരുന്നത് ഡേറ്റും ടൈമും ആണ്. The database normalization is developed by ഇതാ കിടക്കുന്നു. നോർമലൈസേഷൻ ആരാ ഡെവലപ്പ്? കോഡ്, CODD കോഡ്. ഇത് വേണമെങ്കിൽ നമുക്ക് അപ്പുറത്തൊന്ന് മനസ്സിലാക്കാമായിരുന്നു. കോഡിന്റെ സ്പെല്ലിംഗ് ഇതാണെന്ന് വേണമെങ്കിൽ നോക്കിയാൽ അറിയാം. ഓക്കെ, എനിവേസ് നോർമലൈസേഷൻ ഡെവലപ്പ് ചെയ്ത് ആരാന്ന് ചോദിച്ചാൽ EF കോഡാണേ. വിച്ച് ഈസ് നോട്ട് എ ട്രാൻസിഷൻ കൺട്രോൾ ലാംഗ്വേജ് കമാൻഡ്? ട്രാൻസിഷൻ കൺട്രോൾ ലാംഗ്വേജ് കമാൻഡ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. റിവോക്ക് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ കൺട്രോൾ കമാൻഡ്. അതായത് ഡേറ്റ കൺട്രോൾ കമാൻഡ്സ് ആണ് ഗ്രാൻഡ്, റിവോക്കും ഒക്കെ. ട്രാൻസാക്ഷൻ കൺട്രോൾ കമാൻഡ് അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിവോക്ക് ആണ്. ജോയിൻ ഈസ് ഓൾസോ നോൺ ആസ്, ജോയിൻ നമുക്ക് ഇന്നർ ജോയിൻ എന്നും പറയാം. In OSI model, which layer provides transparent transfer of data between end users? End users തമ്മിലുള്ള ട്രാൻസ്പെറന്റ് ട്രാൻസ്ഫർ തരുന്ന ഏത് ലെയർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ end users അല്ലേ, ട്രാൻസ്പോർട്ട് ലെയർ ആണേ. In network TCP stands for Transport Control Protocol, Trust Control, Transfer Control, Transmission Control Protocol. In which layer of OSI network മോഡൽ ബ്രിഡ്ജ് ഏത് ലെയറിലാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്രിഡ്ജ് ലെയർ 2 ആയിട്ടുള്ള ഡേറ്റ ലിങ്ക് ലെയറിലാണ് വർക്ക് ചെയ്യുന്നത്. ഇനി ഇൻ ഇന്റർനെറ്റ് നെറ്റ്വർക്ക് NIC സ്റ്റാൻഡ്സ് ഫോർ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്. എക്സ്പാൻഷൻ ഓഫ് DHCP ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. The maximum speed supported by the category 6 UTP cable is 1000 Mbps ആണ് maximum speed. Which protocol used to deliver electronic mail? SMTP ആണ്, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. പിന്നെ എക്സ്പാൻഷൻ ഓഫ് URL. അതായത് കുറെ ഓപ്ഷൻസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര എല്ലാം കുറെ ട്രിക്കി ഓപ്ഷൻസ് ആണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി ജസ്റ്റ് നമ്മളത് ബബിൾ ചെയ്യാൻ പോകുമ്പോൾ വേണമെങ്കിലും തെറ്റാവുന്ന രീതിയിലുള്ളതാണ്. അപ്പം URL എന്താ? യൂണിഫോം റിസോഴ്സ് ലൊക്കേഷൻ ലൊക്കേറ്റർ, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. 59 which is not a search engine? Google, Yahoo, Bing ഇതെല്ലാം സെർച്ച് എഞ്ചിൻ ആണ്. സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഫേസ്ബുക്ക് ആണ്. In which both caller and receiver can see on the screen of both user along with audio. ഓഡിയോയുടെ കൂടെ തന്നെ കോളറിനും റിസീവറിനും സ്ക്രീനിൽ കാണുന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റുന്ന ഇതിനകത്ത് ഏതാണ്? വീഡിയോ ചാറ്റ് ആണ് അല്ലേ. Which language is primarily used for coding static web pages? Static web pages കോഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് HTML ആണ്. Which of the following attribute is used to give a short description of an image in case the image is not loaded in the web page? Image web page ലോഡ് ചെയ്തില്ലെങ്കിൽ ആ ഇമേജിനെ കുറിച്ചുള്ള ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഏത് ആട്രിബ്യൂട്ട് ആണ്? ALT എന്നുള്ള ആട്രിബ്യൂട്ട് ആണ്. The HTML tag used to describe the definition of each term in definition list. ഒരു definition ലിസ്റ്റിലെ ഓരോ ടേമിന്റെ ഡെഫിനിഷൻ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗ് DD ആണ്.
data definition എന്നുള്ള tag. What is the use of iframe in HTML? iframe എന്തിനാണ് HTML യൂസ് ചെയ്യുന്നത്? To display a web page within a web page. ഒരു വെബ് പേജിനകത്ത് ഒരു വെബ് പേജിനെ ഡിസ്പ്ലേ ചെയ്യാനാണ് iframe യൂസ് ചെയ്യുന്നത്. Which one of the following is not link state in CSS? CSS ലെ ലിങ്ക് സ്റ്റേറ്റ് അല്ലാത്തത് ഏതാ? അൺവിസിറ്റഡ് ആണ് CSS ലെ ലിങ്ക് സ്റ്റേറ്റഡ് അല്ലാത്തത്. ഓക്കെ. What is publishing tool of CMS? CMS ന്റെ പബ്ലിഷിംഗ് ടൂൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടന്റ് ഡെലിവറി ആപ്ലിക്കേഷൻ ആണ് CMS ന്റെ പബ്ലിഷിംഗ് ടൂൾ അല്ലാത്തത്. ഇനി which toolbar in Composer consists of buttons for most used major operations? ഏത് ടൂളിനകത്ത് കമ്പോസറിന്റെ ഏത് ടൂളിനകത്താണ് ബട്ടൺസ് ഉള്ളത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്? composition toolbar-നകത്താണ് ഉള്ളത്. Which database is required WordPress for WordPress-ന്റെ ഇൻസ്റ്റലേഷന് വേണ്ടിയിട്ട് ഇതിനകത്ത് ഏത് ഡേറ്റാബേസ് ആണ് യൂസ് ചെയ്യുന്നത്? വേണ്ടുന്നത് MySQL ഡേറ്റാബേസ് ആണ് വേണ്ടുന്നത്. Okay, which of the following is a correct statement? Correct syntax for referring an external style sheet. External style sheet-ന്റെ correct syntax ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ് റിംഗറിൽ REL style sheets type text /css href sample.css ആണ് കേട്ടോ. Which control can be used with a form element to define a drop down list? ഒരു drop down list ഡിഫൈൻ ചെയ്യാൻ പറ്റും ഫോമിന്റെ കൂടെ യൂസ് ചെയ്യുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെലക്ട് ആണ്. Which one of the following is a client side scripting language? Client side scripting ഏതാ? JavaScript ആണ്. ഇനി what will be the type of variable in JavaScript that has been explicitly declared but not assigned a value? Value illa പക്ഷെ explicitly declare ചെയ്യുന്ന ഏത് വേരിയബിൾ ആണ്? Undefined. Which of the following is not a web server available on market? മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്തൊരു വെബ് സെർവർ ഏതാണ്? SQL server ആണ്. When we execute the following JavaScript code segment, what will be the value of y? ഈ കോഡ് സെഗ്മെന്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ var y is equal to 20 plus 5 plus ഇതിന്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് 25 January 2024 എന്നുള്ളതായിരിക്കും വാല്യൂ. What is the output of the code document.write type of null? ഇതിന്റെ കോഡ് ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. Which pop-up box contain a text box used to collect a string of input from the user? യൂസറിൽ നിന്ന് ഒരു string of input എടുക്കാനായിട്ട് ഏത് തരത്തിലുള്ള ടെക്സ്റ്റ് ബോക്സ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ prompt text box ആണ് യൂസ് ചെയ്യുന്നത്. Loops through the properties of an object in JavaScript is loops through എന്നുള്ള പ്രോപ്പർട്ടീസ് ഫോറിനാണ് ഉള്ളത്. Choose the operator which is known as unary operator. Unary operator അല്ലാത്ത ഏതാ? into ആണ്. ആസ്റ്ററിക്സ് അപ്പുറം ഇപ്പുറം ഓപ്പറാൻഡ് വേണ്ടേ? യുനാറി ഓപ്പറേറ്റർ അല്ല. ടൈപ്പ് ഓഫിനും പ്ലസ് പ്ലസിനും നോട്ടിനും ഒക്കെ ഓരോ ഓപ്പറേറ്റർ മതി, ഓപ്പറാൻഡ് മതി. ഓപ്പറാൻഡ് മതി. പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ അപ്പുറം ഇപ്പുറം ഓപ്പറാൻഡ്സ് വേണം. അതുകൊണ്ട് യുനാറി ഓപ്പറേറ്റർ അല്ലാത്തത് മൾട്ടിപ്ലിക്കേഷനാണ്. Which method is used to delete an element from the beginning of an array? ഒരു അറേയുടെ ബിഗിനിങ്ങിൽ നിന്ന് ഒരു എലമെന്റ് ഡിലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഷിഫ്റ്റ് എന്നുള്ള ഓപ്പറേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. Which of the following method is used for finding HTML elements? HTML elements നെ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന document.getElements by id എന്നുള്ള മെത്തേഡ് ആണ്. PDOS is also known as PDOS നെ slashing എന്നാണ് പറയുന്നത്. flashing. The scope of e-commerce business platform like Amazon. Amazonന്റെ eBayയുടെ ഒക്കെ സ്കോപ്പ് എവിടാ? നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ ലോക്കലോ എല്ലാം ആണല്ല, ഗ്ലോബൽ ആണ്, ഗ്ലോബൽ റീച്ച് ആണ്. Which e-commerce metrics measures the percentage of website visitors who make a purchase? ഒരു പർച്ചേസ് നടത്തിയ വെബ്സൈറ്റ് വിസിറ്റേഴ്സിന്റെ നമ്പർ കിട്ടുന്ന ഏത് മെട്രിക്സ് മെഷർ ചെയ്യുന്ന ഏത് മെട്രിക്സ് ആണെന്ന് വെച്ചാൽ കൺവേർഷൻ റേറ്റ് ആണ്. What is the name of direct computer to computer transfer of transaction information contained in standard business document? നമുക്ക് കാണുമ്പോൾ കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടറിലേക്ക് സിസ്റ്റം ടു സിസ്റ്റം അല്ലെ കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ ട്രാൻസാക്ഷൻസ് ഡയറക്റ്റ് ആയിട്ട് നടത്താനായിട്ട് ഏതാണ്? ട്രാൻസാക്ഷൻ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ആണോ, ഇന്റർനെറ്റ് കൊമേഴ്സ് ആണോ, ഇ കൊമേഴ്സ് ആണോ? ഇതെന്തായാലും അല്ല, ഇലക്ട്രോണിക് ഡേറ്റ ഇന്റർചേഞ്ച് ആണ്. ഓക്കെ. ഇനി ക്രെഡിറ്റ് കാർഡിൽ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിൽ CVV സ്റ്റാൻഡ്സ് ഫോർ നമുക്കറിയാലോ. കാർഡിന്റെ ലാസ്റ്റിലുള്ള ഒരു 3 ഡിജിറ്റ് ആണ് CVV. തിരിച്ചു വെച്ച് നോക്കുമ്പോൾ അറിയാം കാർഡ് വെരിഫിക്കേഷൻ വാല്യൂ ആണത്. Dash is a function of specifying access rights to resources related to information. എന്താണ് നമ്മൾ ആക്സസ് റൈറ്റ്സ് കൊടുക്കുന്നതിന്? ഓതറൈസേഷൻ എന്നാണ് പറയുന്നത്. What is a model in e-commerce?
if the seller and buyer both are individual. രണ്ടുപേരും ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഏത് ടൈപ്പ് ആയിരിക്കും? കസ്റ്റമർ ടു കസ്റ്റമർ. ഒരാളും ബിസിനസ് നടത്തുന്നില്ല, കുറച്ച് ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ നമ്മൾ കസ്റ്റമർ ടു കസ്റ്റമർ എന്ന് പറയുന്നത്. What is the term used to describe the practice of selling and goods and services directly to customers over the internet? ഇന്റർനെറ്റ് വഴി ഗുഡും സർവീസും വിൽക്കുന്നതിന് നമ്മൾ ഇ-കൊമേഴ്സ് എന്ന് തന്നെയാണ് പറയുന്നത്. What does SSL stands for? Content of e-commerce. അപ്പൊ ഇ-കൊമേഴ്സിന്റെ കോണ്ടാക്ട്സിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരു ഡൗട്ട് തോന്നിയേക്കാം. എന്തായാലും SSL is Secure Socket Layer. Which of the following is a commonly used payment gateway for e-commerce transactions? E-commerce transactions ന്റെ common ആയിട്ട് യൂസ് ചെയ്ത പേയ്മെന്റ് ഗേറ്റ്വേ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PayPal ആണ്. Which type of malware is designed to remain undetected on the system and provide unauthorized access to the cyber criminals? കണ്ടുപിടിക്കാൻ പറ്റാതെ നമ്മുടെ സിസ്റ്റത്തിനകത്ത് കിടന്ന അൺഓതറൈസ്ഡ് സൈബർ ക്രിമിനൽസിന് അൺഓതറൈസ്ഡ് ആക്സസ് കൊടുക്കുന്നത് ഏത് മാൽവെയർ റൂട്ട് കിറ്റ്? What is the default port number of HTTPS? HTTPS ന്റെ default port number 443 ആണ് port number. What is the term used to describe the practice of tricking individuals into providing sensitive information such as password or credit card numbers? നമ്മൾ അവർക്ക് ഇങ്ങനെ എന്താ ട്രിക്ക് ചെയ്ത് ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ പാസ്വേഡ് ഒക്കെ വാങ്ങിക്കുന്നതിന് നമുക്കറിയാലേ, ഫിഷിംഗ്. What does the acronym DDoS stands for in the context of cyber security? സൈബർ സെക്യൂരിറ്റിക്കകത്ത് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ് ആണ്. ഓക്കെ. What is the purpose of virtual private network in cyber security? Virtual private network എന്തിനാ യൂസ് ചെയ്യുന്നത്? Encrypting internet traffic. LDAP stands for. LDAP എന്താണ്? ലൈറ്റ് വെയിറ്റ് ഡയറക്ടറി ആക്സസ് പ്രോട്ടോകോൾ ആണ്. ഇതൊക്കെ ട്രിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാകും. നമുക്ക് അറിയാമെങ്കിൽ പോലും നമുക്ക് ഓപ്ഷൻ വായിച്ച് കഴിയുമ്പോൾ പിന്നെ അറിയത്തില്ലായിരിക്കും. The unauthorized access or control over the computer system and destroy the data is known as. Unauthorized ആയിട്ട് ആക്സസ് ചെയ്തിട്ട് ഡേറ്റ ഡിസ്ട്രോയ് ചെയ്തതിന് നമ്മൾ എന്താ പറയുന്നത്? ഹാക്കിംഗ് എന്നല്ലേ പറയുന്നത്, ഹാക്കിംഗ്. ഓക്കെ. Then which regulatory compliances standard focus on the protection of personal data and privacy? നമ്മുടെ പേഴ്സണൽ ഡേറ്റയും പ്രൈവസിയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന റെഗുലേറ്ററി ഏതാണെന്ന് വെച്ചാൽ GDPR ആണ്. GDPR. What is the maximum punishment of hacking under the Information Technology IT Act അനുസരിച്ച് ഹാക്കിങ്ങിനുള്ള മാക്സിമം പണിഷ്മെന്റ് 3 years imprisonment ആണ്. Which of the following is a common method of authentication in cyber security? Authentication കൊടുക്കുന്നതിന് ബയോമെട്രിക്സ് ആണ്. ഇത് ബാക്കിയുള്ള എൻക്രിപ്ഷൻ, ഫയർവാൾ, ഫിഷിംഗ് ഒന്നും അല്ല, കാണുമ്പോഴേ അറിയാം, ബയോമെട്രിക്സ് ആണ്. ഇനി ഇതിന്റെ ഫൈനൽ കീ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്ര ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയെന്നും എത്ര ഓപ്ഷൻസിന് ആൻസർ ചേഞ്ച് ആയെന്നുള്ളത് ഫൈനൽ കീ വരുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ പ്രൊഫഷണൽ കീ വെച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. And thank you all.